ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗ്രാമനഗര ഭേദമില്ലാതെ രാജ്യത്ത് എല്ലായിടത്തും 24 മണിക്കൂറും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാനായത് ഫിൻടെക് രംഗത്തെ ഇന്ത്യയുടെ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 3ാം ഘട്ടത്തിന്റെയും കൊയിലാണ്ടി തുറമുഖത്തിന്റെ 2ാം ഘട്ടത്തിന്റെയും നിർമ്മാണോദ്ഘാടനം അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2029ഓടെ 50,000 കോടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 1 മാസം. നിയമസഭാ പരിസ്ഥിതി സമിതി ദുരന്ത മേഖല സന്ദർശിക്കുന്നു. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. മീൻപിടുത്തത്തിന് വിലക്ക്. ദേശീയ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ബംഗളൂരുവിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഗ്രാമനഗര ഭേദമില്ലാതെ രാജ്യത്ത് എല്ലായിടത്തും 24 മണിക്കൂറും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാനായത് ഫിൻടെക് രംഗത്തെ ഇന്ത്യയുടെ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ആഗോള ഫിൻടെക് ഫെസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉച്ചയ്ക്ക് ശേഷം പാൽഘറിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും വധാവൻ തുറമുഖത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഫിഷറീസ് മേഖലയിൽ ഏകദേശം 1560 കോടി രൂപയുടെ 218 പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ആലപ്പുഴയിലെ അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 3ാം ഘട്ട നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഓൺലൈനായി നിർവഹിക്കും. കേന്ദ്ര സർക്കാരിന്റെ മത്സ്യമേഖല അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിൽ നിന്ന് 150 കോടി 73 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്ക് ലഭിച്ചത്. ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് മുഖ്യപ്രഭാഷണം നടത്തും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, കെ.സി. വേണുഗോപാൽ എം.പി, മന്ത്രി പി. പ്രസാദ് തുടങ്ങിയവർ പങ്കെടുക്കും. കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. നിർമ്മാണത്തിനും നവീകരണത്തിനും 20.9 കോടി രൂപയുടെയും ട്രഡ്ജിംഗ് പ്രവൃത്തിക്കായി 5.88 കോടി രൂപയുടെയും ഭരണാനുമതിയാണ് ലഭിച്ചത്. കേന്ദ്ര ഫിഷറീസ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി സജി ചെറിയാൻ എന്നിവർ ഓൺലൈനിലും, ഷാഫി പറമ്പിൽ എം.പി, കാനത്തിൽ ജമീല എം.എൽ.എ, നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപ്പാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ നേരിട്ടും പങ്കെടുക്കും. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2029ഓടെ 50,000 കോടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. തിരുവനന്തപുരത്ത് സ്വകാര്യ ചാനലിന്റെ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മികച്ച വളർച്ച കൈവരിച്ച് മുന്നേറുകയാണ്. രാജ്യത്ത് 10 വർഷത്തിനിടെയുണ്ടായ മാറ്റം പ്രകടമാണ്. കോവിഡ് മഹാമാരിക്ക് മുന്നിൽ മറ്റ് രാജ്യങ്ങൾ പകച്ചു നിന്നപ്പോൾ ഇന്ത്യ നടത്തിയ പ്രവർത്തനങ്ങൾ ലോക പ്രശംസ നേടി. ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച രാജ്നാഥ് സിംഗ് സേനാ വിഭാഗങ്ങളുടെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 1 മാസം. കാണാതായവർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു. വിശദാംശങ്ങളുമായി വയനാട് ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ദുരന്തം നാശം വിതച്ച് പോയി 1 മാസം പിന്നിടുമ്പോഴും ഇനിയും കണ്ടെത്താനായുള്ളത് 78 പേരെയാണ്. ഇതിനോടകം തന്നെ 231 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 217 പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ദുരന്തത്തിൽ 183 വീടുകൾ പൂർണ്ണമായും 170 വീടുകൾ ഭാഗികമായും തകർന്നു. 240 വീടുകൾ വാസയോഗ്യവുമല്ല. 340 ഹെക്ടർ കൃഷിയിടമാണ് നശിച്ചത്. 795 കുടുംബങ്ങൾക്കാണ് സർക്കാർ താൽക്കാലിക പുനരധിവാസം ഒരുക്കിയത്. കേരള നിയമസഭ പരിസ്ഥിതി സമിതി ഉരുൾപൊട്ടൽ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് മേപ്പാടി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ യോഗവും ചേരും. ഇന്ന് രാജ്യാന്തര തിമിംഗല സ്രാവ് ദിനം. വംശനാശ ഭീഷണി നേരിടുന്ന തിമിംഗല സ്രാവുകളുടെ സംരക്ഷണത്തിനായാണ് ഓഗസ്റ്റ് 30-ന് രാജ്യാന്തര ദിനം ആചരിക്കുന്നത്. കേരള തീരത്ത് പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെ തിമിംഗല സ്രാവുകളെ കാണാറുണ്ട്. വലയിൽ കുടുങ്ങിയോ തിരയിൽപ്പെട്ടോ തീരത്ത് എത്തിപ്പെടാറുള്ള തിമിംഗല സ്രാവുകളെ രക്ഷപ്പെടുത്തി തിരികെ കടലിൽ വിടാറുണ്ട്. സംസ്ഥാനതല ദിനാചരണം തിരുവനന്തപുരത്ത് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. വയനാട്ടിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറത്തിറക്കി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം
ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻ പിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഞ്ചേശ്വരം നദിയുടെ ജലനിരപ്പ് ഉയരുന്നതിനാൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. കാസർഗോഡ് ഉപ്പള നദിയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. പ്രളയ സാധ്യതാ മേഖലയിൽ ഉള്ളവർ മാറി താമസിക്കണം. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ നേന്ത്രക്കായ വില ഉയരുന്നു. ഇടുക്കിയിലെ കർഷകർ പ്രതീക്ഷയിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഓണക്കാലം എത്തിയതോടെ പ്രാദേശികമായി നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന കർഷകർ പ്രതീക്ഷയിലാണ്. കർഷക മാർക്കറ്റുകളിൽ കൂടുതലായി നേന്ത്രക്കുലകൾ എത്തിത്തുടങ്ങി. ഓണവിപണി ലക്ഷ്യമിട്ടുള്ള വിളവെടുപ്പ് ഇപ്പോൾ തന്നെ പല മേഖലകളിലും സജീവമായിട്ടുണ്ട്. മാർക്കറ്റിൽ കിലോയ്ക്ക് 58 മുതൽ 65 രൂപ വരെയാണ് നിലവിലെ മൊത്തവില. ചില്ലറ വിൽപ്പന വില 70 രൂപ വരെയുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നേന്ത്രക്കായയുടെ മൊത്തവില കിലോയ്ക്ക് 15 മുതൽ 20 രൂപ വരെയാണ് കൂടിയത്. VFPCKയുടെ വിപണികളിൽ വിൽപ്പനയ്ക്കെത്തിച്ച നേന്ത്രക്കായയ്ക്ക് 50 മുതൽ 58 രൂപ വരെ കർഷകർക്ക് ലഭിച്ചു. ഇവിടെ നിന്നും കച്ചവടക്കാർ ഉൽപ്പന്നം ലേലത്തിൽ പിടിക്കുകയാണ് പതിവ്. കഴിഞ്ഞ മാസങ്ങളിലെ പ്രകൃതിക്ഷോഭം മൂലം ഒട്ടേറെ കർഷകരുടെ വിളവെടുക്കാറായ നേന്ത്രവാഴകൾ നശിച്ചിരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പുതുക്കിയ വെബ്സൈറ്റ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. സംരക്ഷ, സുരക്ഷ എന്നീ വെബ്സൈറ്റുകൾ വഴി നൽകുന്ന അപേക്ഷകളുടെ തൽസ്ഥിതി അറിയാനും പുതിയ വെബ്സൈറ്റിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇനി ഓൺലൈനായി വാങ്ങാം. വ്യവസായ വകുപ്പിന്റെ കൊമേഴ്സ് പോർട്ടൽ കെ ഷോപ്പിയിലൂടെയാണ് ഈ സേവനം ലഭ്യമാകുന്നത്. നിലവിൽ 19 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 380ഓളം ഉൽപ്പന്നങ്ങൾ കെ ഷോപ്പിയിൽ ഉണ്ട്. രാജ്യാന്തര തുറമുഖമായ വിഴിഞ്ഞത്ത് ഇന്ന് വൈകിട്ടോടെ കൂറ്റൻ കണ്ടെയ്നർ കപ്പലായ MSC ഡയാല എത്തും. കപ്പലിൽ നിന്ന് 2000-ൽ പരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കുമെന്നാണ് വിവരം. ദേശീയ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ബംഗളൂരു ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ തുടക്കം. കേരളത്തിൽ നിന്ന് 54-അംഗ ടീം ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു. 113-അംഗ ടീമാണ് നിലവിലെ ചാമ്പ്യന്മാരായ റെയിൽവേസിനു വേണ്ടി മത്സരിക്കുന്നത്. സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ അണ്ടർ 11 ഓപ്പൺ ആൻഡ് ഗേൾസ് വിഭാഗം ചെസ് ചാമ്പ്യൻഷിപ്പ് നാളെ തുടങ്ങും. തൃശൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷനിൽ നടക്കുന്ന ടൂർണമെന്റ് മറ്റന്നാൾ സമാപിക്കും. എയർ മാർഷൽ ഡെൻസിൽ കീലൂർ ഗുരുഗ്രാമിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. 1965-ൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സേബർ വിമാനം വെടിവച്ചിട്ടതിന് രാജ്യം വീരചക്ര പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. തിരുനാവായ തവനൂർ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം അടുത്ത മാസം 8-ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. 2010-ൽ നിർമ്മാണത്തിന് ബജറ്റിൽ തുക അനുവദിച്ചെങ്കിലും സ്ഥലമേറ്റെടുപ്പ് നീളുകയായിരുന്നു. നിലവിൽ പാലത്തിന്റെ പൈൽ ലോഡ് ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം ഒഴിവാക്കിയപ്പോൾ പകരം RCCയിലും മെഡിക്കൽ കോളേജിലുമായി പൊതിച്ചോർ വിതരണം ചെയ്ത് തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്ന് 1000 പൊതികൾ വിതരണം ചെയ്തു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 128-ാം ജയന്തി ആഘോഷങ്ങളും സംഗീതോത്സവവും നാളെ പാലക്കാട് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ആരംഭിക്കും. കേരളത്തിനകത്തും പുറത്തും നിന്നെത്തുന്ന സംഗീതജ്ഞർ പങ്കെടുക്കും. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി അടുത്ത മാസം 30-ന് പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിൽ ഉടവാൾ കൈമാറ്റം നടക്കും. തുടർന്ന് ഘോഷയാത്രയായി വിഗ്രഹങ്ങളും ഉടവാളും തിരുവനന്തപുരത്തേക്ക് തിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമനഗര ഭേദമില്ലാതെ രാജ്യത്ത് എല്ലായിടത്തും 24 മണിക്കൂറും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാനായത് ഫിൻടെക് രംഗത്തെ ഇന്ത്യയുടെ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർത്തുങ്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ 3ാം ഘട്ടത്തിന്റെയും കൊയിലാണ്ടി തുറമുഖത്തിന്റെ 2ാം ഘട്ടത്തിന്റെയും നിർമ്മാണോദ്ഘാടനം അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2029ഓടെ 50,000 കോടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് 1 മാസം. നിയമസഭാ പരിസ്ഥിതി സമിതി ദുരന്തമേഖല സന്ദർശിക്കുന്നു. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. മീൻപിടുത്തത്തിന് വിലക്ക്. ദേശീയ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ബംഗളൂരുവിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.